പ്രത്യേകിച്ചൊരു മേൽവിലാസമോ സ്വന്തമെന്ന് പറയാൻ ഒരാളോ എനിക്കില്ല. തികച്ചും അനാഥ. ഇപ്പോൾ ഈ എഴുത്തെഴുതുന്നതിൻ്റെ പിന്നിൽ ഒരു നല്ല ഉദ്ദേശമുണ്ട്. ഞാൻ മരിക്കാൻ പോവുകയാണ്. തെറ്റിദ്ധാരണ വേണ്ട. പ്രേമനൈരാശ്യമോ കടബാധ്യതകളോ ഒന്നുമല്ല കാരണം. ഇപ്പോൾ ഞാൻ സന്തോഷവാനാണ് എന്നത് മാത്രമാണ്. ഇനി പെണ്ണും കെട്ടി കുറെ കുട്ടികളുമായി കാപട്യം നിറഞ്ഞ ഈ ലോകത്തിൽ അന്യോന്യം മത്സരിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സംതൃപ്തിയോടെയുള്ള ഒരു ആത്മഹത്യയാണെന്ന് ഞാൻ കരുതുന്നു. വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും, പക്ഷേ വിശ്വസിച്ചേ പറ്റൂ. കാരണം ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. പിന്നെ പത്രക്കാരോടൊരു വാക്ക്. ആത്മഹത്യ എന്ന തലക്കെട്ടേ എന്റെ മരണവാർത്തയ്ക്ക് കൊടുക്കാവൂ. പോലീസുകാരോടൊരു വാക്ക്. എന്റെ മരണത്തിന്റെ പേരിൽ ആരെയും സ്റ്റേഷനിൽ തപ്പിക്കയറ്റി സാക്ഷികളോ മാപ്പ് സാക്ഷികളോ ആക്കരുത്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറോടും ഒരു വാക്ക്. വർഷങ്ങളുടെ ശ്രമം കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത എന്റെ ഈ നല്ല ശരീരം സാധാരണ ചെയ്യുന്ന പോലെ കീറി മുറിച്ച് വൃത്തികേടാക്കരുത്. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നന്മ വരട്ടെ. സ്നേഹപൂർവം, സ്വന്തം നരേന്ദ്രൻ. സാറേ, സാർ, അടുത്ത വണ്ടി എപ്പോഴാ? ഇനി നേരം എടുത്തിട്ട് ഇവിടുന്ന് വണ്ടിയുള്ളൂ. അതുവരെ ഈ വഴി വണ്ടിയേ ഇല്ലേ? എന്തിനാ? വണ്ടികളുടെ സെൻസസ് എടുക്കാനാ? ചൂടാവല്ലേ സാറേ, അറിയാൻ വേണ്ടി ചോദിച്ചല്ലേ. ഇന്നിവിടെ വണ്ടി നിർത്തില്ല. തെക്കോട്ട് 2:30-നും വടക്കോട്ട് 3:15-നും ഓരോ വണ്ടി പോകും. ആ യമാമാർക്ക് സലാം പറഞ്ഞ് ഞാനിങ്ങ് പടിഞ്ഞാട്ടും പോകും. തെക്കോട്ട് 2:30-ന്, വടക്കോട്ട് 3:15-ന്. താങ്ക് യു. അപ്പോഴേ വണ്ടിക്ക് തലവെച്ച് ചാവാനൊന്നല്ലോ. എങ്ങനെ മനസ്സിലായി? എടോ കുഞ്ഞിക്കണ്ണ, പതുക്കെ വിളിച്ചാൽ എനിക്ക് കേൾക്കാൻ കഴിയും. വെള്ളയപ്പം, മുട്ടറോസ്റ്റ്, പഴം പുഴുങ്ങിയ ഇതൊക്കെ വേണമെന്നല്ലേ പറഞ്ഞേ? കുറച്ച് സമയം പിടിക്കും. അതിൻ്റെ ഇടയിൽ വേറെ പണി പറഞ്ഞാൽ ഇതും നടക്കൂല അതും നടക്കൂല. മെഷീൻ അല്ലേ ഞാൻ. കുളിക്കാൻ വെള്ളം ചൂടാക്കിയോ? ചൂടാക്കാൻ മണ്ണെണ്ണയും തീപ്പെട്ടിയും സ്റ്റൗവും ഒക്കെ റെഡി. പക്ഷെ ടാങ്കിൽ വെള്ളമില്ല. വെള്ളം ഇല്ലേ? ഹൗസ് ഓണർ തള്ള മോട്ടർ ഓൺ ചെയ്തിട്ടില്ല. വക്കീലൊന്ന് താഴെ ചെന്ന് പറ. ഞാനോ? പിന്നെ അതും ഞാനോ? ആ തള്ളയായിട്ട് ഗുസ്തി പിടിക്കാനല്ല വലിയ വക്കീൽ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. മോട്ടർ ഓൺ ചെയ്യാൻ പറഞ്ഞ തള്ള എന്നെ തിന്നാൻ പോരാ. നിനക്ക് നല്ല തണ്ടും തടിയില്ലേ, താഴെന്ന് വെള്ളം എടുത്തോണ്ടേ ചൂടാക്കിയാ പോരെ, എന്തിനാ കറണ്ട് കളിയുന്നൊക്കെ. ഇന്നാളൊരു മീനിന്റെ മുള്ള് പൂച്ച കടിച്ചോണ്ടേ അവരുടെ വെറ്റിലച്ചലത്തിലിട്ടു. അത് ഞാൻ ചെയ്താണെന്നും പറഞ്ഞ് പൂരത്തെറി. ഞാൻ സത്യം തുറന്നു പറഞ്ഞേക്കാം. ഇങ്ങനെ പോവാണെങ്കിൽ എനിക്ക് വക്കീലിന്റെ സഹായം വേണ്ടി വരും. മനസ്സിലായില്ല. ഞാൻ ആ തള്ളയെ കൊല്ലു. ബാക്കിയൊക്കെ വക്കീലിന്റെ അടുത്താ. പറഞ്ഞത് മനസ്സിലായല്ലോ. റോട്ടിലൂടെ പോകുമ്പോ വളരെ സൂക്ഷിച്ചു പോണം കേട്ടോ. വക്കീലേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളെ കാണാൻ വരുന്ന ആളുകളുണ്ടല്ലോ, വായ നിറച്ച് മുറുക്കാൻ മുറുക്കി ഈ മിറ്റത്ത് തുപ്പടുത് നിർത്തിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. എന്റെ സ്വഭാവം മാറി കഴിഞ്ഞു. വൈകുന്നേരം ഞാൻ വരുമ്പോഴേക്ക് ടാങ്കിൽ വെള്ളം നിറച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം ഞാൻ കാണിക്കും. ചീത്തയായാൽ ഞാൻ മഹാചീത്തയാ. ഈ തള്ളയുടെ ധിക്കാരം അവസാനിപ്പിക്കാതെ നമുക്ക് ഇവിടെ സ്വൈരായി ജീവിക്കാൻ പറ്റില്ല. ഞാൻ മേലാണെങ്കിൽ അത് തിന്നത്രേ. അതിന് ഈ തള്ളക്ക് എന്താ ചെയ്തോ? ആരാണ് നിന്റെ തള്ള? ഞാൻ വക്കീലായിട്ടാ സംസാരിക്കുന്നത്. വേലക്കാരൻ വേലക്കാരന്റെ സ്ഥാനത്ത് നിന്നാ മതി. അതിനാരാ ഇവിടെ വേലക്കാരൻ? ഞാൻ വക്കീലിന്റെ ബന്ധുവാ. അതേന്ന്, ഞങ്ങള് ബന്ധുക്കളായിട്ട് വരും. അതൊക്കെ പോട്ടെ. വൈകുന്നേരം ഞാൻ വരുമ്പോ മുകളിൽ ടാങ്കിൽ വെള്ളമില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാന്ന് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. എടോ കുഞ്ഞിക്കണ്ണ, ഓ ഇങ്ങ് വന്നേ.
ഏത് വകയിലാ നീ എന്റെ ബന്ധുവാകുന്നത്? വേറെ ഒന്ന് രണ്ടാളോട് നീ ഇത് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു, അതുകൊണ്ടാ ചോദിക്കുന്നത്. അതിപ്പം വക്കീലിന്റെ ഇളച്ചന്റെ നിർത്ത്. എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് നിന്റെ അമ്മയ്ക്ക് എന്റെ വീട്ടിൽ ചട്ടിയും കലവും കഴുകലായിരുന്നു പണി. അങ്ങനെയുള്ള തുക്കട ഫാമിലി അല്ലടാ നെന്മാറ ഫാമിലി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് ബ്ലഡി ഫൂൾ. അങ്ങോട്ട് പറയും. വിട്ടിത്തായിപ്പോയി, മഹാവിട്ടിത്തായിപ്പോയി. അഡ്വക്കേറ്റ് PS നെന്മാറ. എന്താണാവോ ഇദ്ദേഹത്തിന് വേണ്ടത്? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഒന്നും പേടിക്കണ്ട. തന്നെ ഞാൻ രക്ഷിക്കാം. എങ്ങനെ? പട്ടാപ്പകല് നടു റോട്ടിൽ വെച്ച് നൂറുകണക്കിന് സാക്ഷികളുടെ മുമ്പിൽ വെച്ച കുനിശ്ശേരി കുഞ്ഞു മുഹമ്മദിനെ അയാളുടെ അളിയൻ ഇസ്മായിൽ കുത്തിക്കൊന്നത്. പക്ഷെ ഇസ്മായിൽ ബുദ്ധിയുള്ളവനാ. കോസ്മോപൊളിറ്റൻ ക്ലബിൽ ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന എന്റെ അടുത്ത് നേരെ വന്ന് വിവരം പറഞ്ഞു. വലിയ കോളിളക്കം ഉണ്ടാക്കിയ കേസായിരുന്നു അത്. പക്ഷെ എന്തായി? ഇസ്മായിലിന്റെ രോമം തൊട്ടില്ല. കുറ്റം സമ്മതിക്കാൻ തന്നെ ആരാ പ്രേരിപ്പിച്ചത്? എന്താ തന്റെ ഉദ്ദേശം? നമുക്ക് അപ്പീൽ കൊടുക്കുന്ന വക്കീൽ പറയുന്നത് വളണ്ടറി കൺഫെഷൻ അല്ലെന്ന് കോടതി പറയാം. CRPC 374, 375 മെമ്മോ ഓഫ് അപ്പിയറൻസ് അടക്കം അപ്പീൽ ഫയൽ ചെയ്യാം. എന്നെ പുറത്തിറക്കാനാണോ? എന്താ വിശ്വാസമില്ലേ? വോളണ്ടറി കൺഫെഷൻ അല്ലെന്ന് നിങ്ങൾ എങ്ങനെയാ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? ഈ കേസ് എന്നേക്കുമായി അവസാനിച്ചു കഴിഞ്ഞു. ഇതിന് റീ ഓപ്പൺ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. താനൊരു മാനസിക രോഗിയായിരുന്നു എന്നുള്ള ഗ്രൗണ്ടിലായിരിക്കും എന്റെ അപ്പീൽ. പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സാധിക്കുമെങ്കിൽ ഈ ജീവപര്യന്തം ഒരു വധശിക്ഷയാക്കി മാറ്റി തന്നാ കൊള്ളാം. ഏ? എന്താ, സാധിക്കുമോ? ഇയാൾ ശരിക്കും ഒരു മാനസിക രോഗി തന്നെയാണോ? ജനു, എന്നെ കാണാൻ വരരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നെ രക്ഷിക്കാൻ നോക്കണ്ട. അല്ല അത് മനുഷ്യനെ വടിയാക്കരുത്. കോടതിയിൽ നിന്ന് തരിക നേരമില്ലാത്ത എന്നെ ജയിലിൽ പിടിച്ചുകൊണ്ടത് നാടകം കളിക്കുന്നു. ബ്ലഡി ഫൂൾ. വക്കീലെ ഞാൻ നെന്മാറയല്ല അതിന്റെ അപ്പുറത്തെ പാറയാലും ശരി, വാടകക്കാരും നിലയ്ക്ക് നിൽക്കണം. അല്ലേ ചിലക്കരുത്. ഈ നാട്ടിൽ വേറെ വീട് കിട്ടാഞ്ഞിട്ടല്ല ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. നിങ്ങളെ മോൻ വന്ന് കാല് പിടിച്ചിട്ടാ. മീൻ കഴുകിയ വെള്ളം താൻ എന്റെ തലയിൽ ഒഴിക്കുന്ന അവൻ വിചാരിച്ചിട്ടുണ്ടാവില്ലടോ. ഞാൻ വെള്ളം ഒഴിക്കുന്നിടത്ത് നിങ്ങൾ തലയായിട്ട് വന്നിക്കുന്നു ഞാനും വിചാരിച്ചിട്ടില്ലല്ലോ. താൻ തന്റെ വക്കീലിനെ വിളിച്ചിട്ട് വാ. എന്തിന്? തന്നെ പോലെ കുരുത്തം കെട്ടൊരു വേലക്കാരനെ എത്ര നാൾ വെച്ച് പൊറപ്പിക്കുന്നു എനിക്കൊന്ന് ചോദിക്കണം. വേലക്കാരനോ? പിന്നെ ഞങ്ങളെ ബന്ധുക്കളെ പോലെ ഇവിടെ കഴിച്ചു വിടുന്നേ. ഇപ്പൊ പോലെയാ. എന്ത് വേണം? അഡ്വക്കേറ്റ് ഓഫീസിൽ വന്ന് കാണണം. സി ഐ ആം ഗെറ്റിംഗ് ലേറ്റ്. ഞാൻ മലയാള ബന്ധു പത്രത്തിൽ നിന്ന് വരികയാണ്. നിങ്ങൾ എവിടെ നിന്നായാലും ശരി, ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. സർ, ഞാൻ ബെന്നിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ വന്നതാണ്. മീറ്റ് ചെയ്യാൻ പറ്റില്ല. സർ, ആരാണ് ഈ ബെൻ? കുട്ടി, നേരം വെളുത്തപ്പോ തൊട്ട് ഇതേ ചോദ്യത്തിന് പലരോടും മറുപടി പറഞ്ഞ് ഫെഡപ്പ് ആയിരിക്കാം ഞാൻ. ബെൻ താമസിക്കുന്നത് ഇവിടെയല്ലേ? ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷെ അയാളെ കാണാമെന്ന് ഒരാളും വ്യാമോഹിക്കണ്ട. കുഞ്ഞിക്കണ്ണ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലെന്ന്. അത്ര പെട്ടെന്ന് റെഡി ആവുന്ന സാറും വ്യാമോഹിക്കണ്ട. എന്തിനാ നിൽക്കുന്നത്? സർ, ഞാനൊരു ജേർണലിസ്റ്റ് ആണ്. അതിനുമപ്പുറം ശരണാലയ എന്ന നോവൽ എഴുതിയ ബെന്നിന്റെ ഒരു ആരാധികയാണ്. ഞാൻ എത്ര നേരം വേണേലും കാത്തിരിക്കാം. സാർ എത്ര വഴക്ക് പറഞ്ഞാലും അദ്ദേഹത്തെ കണ്ടിട്ടേ ഞാൻ പോകൂ. ഓഹോ, എഴുത്തുകാരനോട് ആരാധന തോന്നാൻ മാത്രം ആ പുസ്തകം അത്രക്ക് ഭയങ്കരമാണോ? സാർ വായിച്ചിട്ടില്ലേ? ഞാനോ? എന്താ കുട്ടിയുടെ പേര്? മാനസ. മാനസക്ക് ബെന്നിനെ കണ്ടേ ഒക്കൂ അല്ലേ? ഐ വിൽ ബി ഗ്രേറ്റ്ഫുൾ ടു യു. എങ്കിൽ സത്യം പറയാം, മാനസ ബെന്നിനെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഏ? ഞാനാണ് ബെൻ. കുട്ടിയോട് ഈ രഹസ്യം ഒളിപ്പിക്കാൻ തോന്നുന്നില്ല. ദയവ് ചെയ്ത് ഇത് മറ്റാരും അറിയരുത്. ഇന്റർവ്യൂക്കാർ സ്വരം തരില്ല. ഐ എം എ ലീഡിംഗ് ക്രിമിനൽ അഡ്വക്കേറ്റ്. കേസുകളുടെ നൂലാമാലകളിൽ പെട്ട് വട്ടം കറങ്ങുമ്പോൾ ഒരു റിലീഫിന് വേണ്ടിയാണ് ഞാൻ എഴുതി തുടങ്ങിയത്. ബെൻ എന്റെ തൂലികാനാമമാണ്. എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ആദ്യമൊന്നും എനിക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല എഴുതാൻ കഴിയുമെന്ന്. അവാർഡ് കിട്ടുമെന്ന് തീരെ പ്രതീക്ഷിച്ചതുമില്ല. ശരണാലയം ഈസ് എ ഗ്രേറ്റ് വർക്ക്. യെസ് യെസ്. സർ, എനിക്കൊരു ഇന്റർവ്യൂ. പിന്നെ ആവാം, അതൊക്കെ പിന്നെ ആവാം. പുതുതായി വല്ലത് എഴുതുന്നുണ്ടോ? രണ്ടാമത്തത് കഴിയാറായി. പേര്? പേര് പേര് നരിച്ചീറുകൾ. തീം എന്താണ് സർ? തീം അത് ഈ നരികൾ ചീറുന്നതും ഒക്കെ ആയിട്ടുള്ള ചില സംഭവങ്ങളാണ്. നരിച്ചീറുകൾ. നരി ചേർന്നതോ? പറഞ്ഞ അത് നമുക്ക് പിന്നെ കാണാം. സർ, സർ, സാറിന് ഇഷ്ടപ്പെട്ട പാശ്ചാത്യ എഴുത്തുകാരൻ ആരാണ്? പാശ്ചാത്യം ബെൻ കിങ്സ്ലി. അതുകൊണ്ടാണല്ലോ ഞാനും ബെൻ എന്ന് പേരിട്ടത്. ബെൻ കിങ്സ്ലിയോ? അത് ഗാന്ധിയിൽ അഭിനയിച്ച നടനല്ലേ? അല്ലല്ല, അത് വേറെ ഇത് വേറെ. നമുക്ക് പിന്നെ കാണാം പ്ലീസ്. സർ, അന്വേഷണക്കാരെ കൊണ്ട് പൊറുതിമുട്ടി എന്റെ ഫോൺ ഇടതടവില്ലാതെ റിങ് ചെയ്തുകൊണ്ടിരിക്കുക. ആരാണ് ബെൻ എന്ന് ഞാൻ വെളിപ്പെടുത്താൻ പോവുക. അത് വേണ്ട. വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു സൗകര്യം വേണ്ടേ? ഞാൻ തന്നെ PR അല്ല. ഐ ആം എ ലീഡിംഗ് ക്രിമിനൽ ലോയർ വിത്ത് റോറിംഗ് പ്രാക്ടീസ്. ഞാൻ എഴുതി വെച്ചത് കൊണ്ടുപോയി പ്രസിദ്ധീകരിച്ചത് സ്വന്തം ഇഷ്ടത്തിനല്ലേ? അനുഭവിച്ചോ? എന്റെ ഇഷ്ടത്തിനല്ല, ആ ജയിൽ വാർഡനാ മുൻകൈ എടുത്തത്. താൻ എന്തൊക്കെയോ മഹത്തായ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നും അത് പ്രസിദ്ധീകരിക്കണമെന്നും പറഞ്ഞത് അങ്ങേരാ.
അല്ല അതുകൊണ്ട് ഇപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. സാഹിത്യ അക്കാദമി അവാർഡ്, റോയൽറ്റി വേറെ, ആരാണീ ബെൻ എന്നും ചോദിച്ചുകൊണ്ട് സാഹിത്യ ഭ്രാന്തന്മാർ പരക്കം പായാണ്. പരക്കമ്പാൻ ആരും ഇങ്ങോട്ട് വരരുത്. ഇവിടത്തെ ശാന്തമായ അന്തരീക്ഷത്തിൽ മനസമാധാനത്തോടെ കഴിയാണ് ഞാൻ. എന്നെ സ്വൈര്യം കെടുത്തരുത്. ഒന്ന് ചോദിക്കട്ടെ, തന്റെ ഭ്രാന്ത് ഏത് വകുപ്പ് പെടുത്തണം? ഇരുമ്പഴിക്കുള്ളിൽ ശാന്തമായ അന്തരീക്ഷമാണെന്ന് പറയുന്ന ആദ്യത്തെ തടവ് പുള്ളി താനായിരിക്കും. താൻ എഴുതി കൂട്ടിയ വട്ടിന് അവാർഡും. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. പറഞ്ഞുതരാം. വക്കീൽ ഇപ്പൊ ഒരു കാര്യം ചെയ്യും. റോയൽറ്റി കാശൊക്കെ ഞാൻ എന്ത് ചെയ്യണം? അത് വല്ല അനാഥാലയത്തിനും കൊടുത്തേക്ക്. തനിക്ക് മുഴുവൻ ഭ്രാന്താണ്. എന്നെങ്കിലും താൻ പുറത്തു വരുമല്ലോ, അപ്പൊ താൻ മണ്ണ് നിന്ന് ജീവിക്കുമോ? ഒരു കാര്യം ചെയ്യും, താൻ എഴുത്ത് നിർത്തണ്ട. ബെന്നിന് ആരാധകർ ധാരാളമുണ്ട്. താൻ എന്തെഴുതിയാലും അവർ വായിക്കും. അതുകൊണ്ട് എഴുതിക്കൊണ്ടേയിരിക്കും. എടോ, പണമില്ലാത്തവൻ പിണ. മറ്റൊന്നും ചെയ്യാനില്ലാതിരുന്നതുകൊണ്ട് ഓർമ്മയിൽ തോന്നിയതൊക്കെ കുറിച്ചിട്ടു. സാഹിത്യവാസനയുള്ള ജയിൽ വാർഡന് അത് അച്ചടിച്ചേ തീരൂ എന്ന് നിർബന്ധം. അത് നോവലായി പുറത്തിറങ്ങിയപ്പോ ഏറ്റവും നല്ല സാഹിത്യ സൃഷ്ടിക്കുള്ള അക്കാദമി അവാർഡ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതിന്റെ പേരിൽ എന്നെ പരോളിൽ പുറത്തിറക്കാൻ പത്രക്കാർക്ക് തിരക്ക്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പത്രക്കാർക്ക് മാത്രമല്ല സാർ, ബെൻ എന്ന എഴുത്തുകാരനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഈ നാട്ടിൽ. സത്യത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കിടയ്ക്ക് സാറിന്റെ നോവൽ പോലെ ഹൃദയസ്പർശിയായ ഒരു പുസ്തകവും പുറത്തിറങ്ങിയിട്ടില്ല. വായനക്കാരിൽ അത്രയേറെ സ്വാധീനമുണ്ടാക്കിയ എഴുത്തുകാരനെ നേരിട്ട് കാണാനും സംസാരിക്കാനും ആഗ്രഹിക്കുന്നത് ഒരു തെറ്റാണോ? അല്ല. പേരെന്താന്ന് പറഞ്ഞ? മാനസ. മാനസ കരുതുന്നത് പോലെ ഞാൻ അത്ര വലിയ മഹാനൊന്നുമല്ല. എന്റേത് മഹത്തായ ഒരു കലാസൃഷ്ടിയുമല്ല. ക്ഷമിക്കണം, അത് തീരുമാനിക്കുന്നത് വായനക്കാരല്ലേ. ബെന്നിന്റെ അടുത്ത പുസ്തകം ഏതാണെന്നറിയാൻ എത്ര പേരാണെന്നോ കാത്തിരിക്കുന്നത്? കുട്ടി, ഇനിയൊരു പുസ്തകം പോയിട്ട് ഒരു വരി എഴുതാൻ എനിക്ക് കഴിയില്ല. ജീവിതത്തിൽ ഒരു കഥ ആർക്കും എഴുതാം, സ്വന്തം കഥ. രണ്ടാമതൊന്നും എഴുതാൻ ഭാവന വേണം. എനിക്കതില്ല. ഭാവനയുള്ളവർക്ക് ഒരിക്കലും അതുണ്ടെന്ന് തോന്നില്ല. എന്ത് പറഞ്ഞാലും ഒരു മറുപടി ഉണ്ട് മാനസയ്ക്ക്. പക്ഷേ എനിക്കൊരു മറുപടി സാറ് തന്നില്ല. സർക്കാർ ലെവലിലൊക്കെ ഞാൻ അന്വേഷിച്ചു. ഇപ്പൊ അപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാറിന് പരോൾ കിട്ടും. എന്തിന്? ബെൻ എന്ന എഴുത്തുകാരന് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, എഴുത്തുകാരും വായനക്കാരും നിറഞ്ഞ സദസ്സിൽ വെച്ച് അക്കാദമി അവാർഡ് നേരിട്ട് വാങ്ങാൻ, അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, കുറച്ച് ദിവസങ്ങളാണെങ്കിൽ പോലും പുറത്തുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാൻ. മതി. എനിക്കിതിലൊന്നും താല്പര്യമില്ല. തിരുത്താനാവാത്ത തെറ്റുകൾ ചെയ്യുന്നവരാണ് പുറത്തുള്ളവരിൽ പലരും. അകത്തുള്ളവരോ അധികം പാവങ്ങളാ. ഞങ്ങൾ തെറ്റ് ചെയ്തവർ എന്നൊരു ബാഡ്ജുണ്ടല്ലോ അവർക്ക്. വലിപ്പച്ചെറുപ്പമില്ല, മത്സരങ്ങളില്ല, ആർക്കും ആരോടും പരാതിയില്ല, എല്ലാവരും തുല്യർ. പുറത്തുള്ള സ്വാതന്ത്ര്യത്തെക്കാൾ എനിക്കിഷ്ടം ഈ സ്വാതന്ത്ര്യമില്ലായ്മയാണ്. അതുകൊണ്ട് മാനസ തൽക്കാലം പോവുക. ഭഗവാനെ, ഗുരുവായൂരപ്പാ. കുഞ്ഞിക്കണ്ണ, പുതിയതായിട്ട് ആരാ മേലെ താമസിക്കാൻ വന്നിരിക്കുന്നത്? കുട്ടികൾ പറഞ്ഞല്ലോ. അല്ല, ഇവിടെ ഇരുമ്പോണ്ടുള്ള സാധനങ്ങളൊക്കെ എവിടെയാ വെച്ചിരിക്കണേ? കത്തി, കൊടുവാള്, കട്ടപ്പാരൊക്കെ എന്തേ? അല്ല, ഒക്കെ വളരെ ഭദ്രമായിട്ട് അളമാറിലോ മറ്റോ വെച്ച് പൂട്ടണം. ഒന്നും മുറ്റത്തും പുറത്തും കണ്ടുപോകരുത്. തന്നെയല്ല, കുട്ടികൾ ഇനി മേലോട്ട് വിടണ്ട. താൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ പറയുന്ന അനുസരിക്കാനല്ലേ, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. തെളിയിച്ചു പറയടോ. തെളിച്ചു വരാൻ വിരോധം ഉണ്ടായിട്ടല്ല, ഞെട്ടരുത്. ഞാൻ എന്തിനാ ഞെട്ടണത്? താൻ പറയടോ. വക്കീലിന്റെ കൂടെ താമസിക്കാൻ വന്നോനെ ചില്ലറക്കാരനല്ല, ജയിലിൽ നിന്ന് ലീവ് എടുത്ത് വന്നോനാ. കൊലപ്പുള്ളി. എന്റെ അമ്മേ. എന്താ മുത്തശ്ശി, കൊലപ്പുള്ളി എന്ന് പറഞ്ഞാൽ കയ്യിൽ തോക്കുണ്ടാവോ? കൈ തോക്കും കാണും, കടാരും കാണും, പക്ഷെ ഒന്നും പുറത്തെടുക്കൂല്ലോ. ഇപ്പൊ ഇറങ്ങണം, എല്ലാവരും ഇപ്പൊ ഇറങ്ങണെന്ന്. ഞാൻ എന്തായാലും ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കാ. വിളിക്കണോ തന്റെ വക്കീലിനെ? പപ്പനാഭൻ ദുബായി കിടന്നുണ്ടാക്കിയ കാശ് കൊണ്ട് കെട്ടി വീടാ ഇത്. കണ്ട കൊലപ്പുള്ളികൾക്ക് വാടകയ്ക്ക് കൊടുക്കാനുള്ളതല്ല. അല്ലാന്ന് എനിക്കറിഞ്ഞൂടെ? ആ കൊലപാതകയെ ചവിട്ടി പുറത്താക്കടോ. ഒന്ന് പതുക്കെ പറ. എനിക്കൊരുത്തിനും പേടിയില്ലടോ. ഇറങ്ങി വരാൻ പറ. എന്നാ മുത്തച്ഛൻ എന്ന് പറ. ആഹാ. എടോ വക്കീലേ, വക്കീലേ, ഇറങ്ങി വാടക വിട്. കണ്ട കള്ളനെയും കൊലപാതകനെയും എന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ സ്വഭാവം നിനക്കറിയില്ല. ആ വക്കീല് കുളിക്കുക. ഇവിടെന്താ ഒരു ബഹളം? ബഹളോ? ആ. എന്ത് ബഹളം? മുത്തശ്ശി ബഹളം വെച്ചതിനെ പറ്റിയാ? ഞാനാ? ആ, കുഞ്ഞിക്കണ്ണൻ പറയായിരുന്നേ, മേലെ വന്നിരിക്കുന്ന ആള് കുറച്ച് പെശ കാണുന്നു. മുത്തശ്ശി താൻ പറഞ്ഞൂടോ. അപ്പൊ ഞാൻ പറഞ്ഞേ, മനുഷ്യരിൽ നല്ലതും ചീത്തയില്ലാന്ന്. മോനെ കണ്ട എന്റെ പപ്പനാവിന്റെ അതേ ചായ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മുത്തിച്ചോട് ചോദിക്കണട്ടാ, മറക്കല്ലേ. തള്ളേ, കാല് വാരരുത്. എന്നെ കൊലക്ക് കൊടുക്കാനല്ലേ നിങ്ങളെ പരിപാടി? കുഞ്ഞിക്കണ്ണ, വിശ്വാസം ഞാൻ ചെയ്യരുതേ. അയാൾ നമ്മളെ കൊല്ലോ മുത്തശ്ശി. അറം പറ്റുന്ന വർത്താനം പറയാണ്ട് കേറി പൊടിയാത്ത് പൊടി. കുഞ്ഞിക്കണ്ണ,
പൊട്ടിച്ചോ? ഇല്ലല്ല, അത് സ്റ്റീലാ. നരേന്ദ്ര സാറിനോട് വന്ന് കിടന്നോളാൻ പറ. അതിപ്പം സമയമാകുമ്പോ മൂപ്പര് ഒന്ന് കിടന്നോളൂലേ? ചെന്ന് വിളിക്കണോ? വക്കീലൂടി വരാച്ച നമുക്ക് രണ്ടാൾക്കും ഒന്നിച്ചെന്ന് വിളിക്കായിരുന്നു. ഞാൻ മാത്രം മതിയോ? അയലോക്കത്ത് 5-6 ആളെയും കൂടി വിളിച്ചോ. അകത്ത് വന്ന് കിടന്നോളാൻ പറഞ്ഞു. ഉം? ഞാനല്ല, മൂപ്പരാ പറഞ്ഞേ. കുറച്ച് കഴിയട്ടെ. മതി മതി മതി. ചായ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അങ്ങനെയുള്ള ഭംഗി വാക്കുകളൊന്നും ശ്രദ്ധിക്കരുതെന്ന് നെന്മാറ വലിയ വക്കീൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിവിടുത്തെ വേലക്കാരനൊന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അടുത്ത ബന്ധുവാ. സദാനന്ദനെ നിയന്ത്രിക്കാനാ ഞാനിവിടെ നിൽക്കുന്നത്. ഏത് സദാനന്ദൻ? PS നെന്മാറ, ചെറിയ വക്കീല്. അവൻ എന്നെ ഭയങ്കര പേടിയാ. എന്നോട് ചോദിക്കാതെ ഈ പടി കിടക്കൂല. ഇപ്പൊ എവിടേക്കാ പടി കടന്ന് പോയത്? ഇപ്പൊ പടി കടന്നു പോയത് സ്ഥലം ഞാൻ ചോദിച്ചില്ല. ആ കൊലപ്പുള്ളിയായിട്ടുള്ള എല്ലാ ഇടപാടും ഞാൻ നിർത്തും. കേസ് ബാധിക്കേ ജയിക്കേ തോക്കേ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഒരു കൊലപ്പുള്ളിയിൽ എങ്ങനെ കൂടെ കൊണ്ടെടുക്കാന്ന് പറഞ്ഞാൽ അയാൾ അവാർഡ് വാങ്ങിച്ചൊരു സാഹിത്യകാരനാ. എന്താ പാട്? ഒരു കൊലപ്പുള്ളി എപ്പോഴും കൊലപ്പുള്ളി തന്നെ. അപ്പൊ പറഞ്ഞു മനസ്സിലായില്ലേ? പുള്ളിയുള്ള കൊല പഴുപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഈ പുള്ളി കൊല മറ്റേ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരത്രയായി. ഇരുന്നിരുന്ന് അഭിമുഖത്തിനുള്ള മൂഡ് പോയി. മൂഡ് എനിക്കുമില്ല. മൂടില്ലാത്ത രണ്ടുപേരും സംസാരിച്ചാൽ നല്ല മൂടായിരിക്കും. അതാണ് അതിന്റെ സയൻസ്. അല്ലേലും സംസാരിച്ചേ ഒക്കൂ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. എനിക്കൊന്നും പറയാനില്ല. ഒരു വെറും ജേർണലിസ്റ്റ് ആയിട്ട് എന്നെ കാണരുത്. ഒരു ആസ്വാദകയുടെ ആകാംക്ഷ ഇനിയും അത് അടക്കി വെക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. എന്താണ് അറിയേണ്ടത്? ഞാനെന്ന വ്യക്തിയെക്കുറിച്ചോ? അതൊക്കെ കോടതി കടലാസിലുണ്ടല്ലോ. അതിലൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ എൻ്റെ അനുഭവങ്ങളോ? ഒരു കണക്കിന് പറഞ്ഞാൽ ആ പുസ്തകത്തിലെ വരികളിലെല്ലാം അതുണ്ട്. അറിയാം. പക്ഷേ വരികൾക്കിടയിലെ പറയാത്ത വാക്കുകളുടെ പൊരുൾ അറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സംസാരിക്കുക. ഞാനൊന്ന് കുളിക്കുകയും ചെയ്യാം, ലഞ്ചിന്റെ മെനു റെഡിയാക്കുകയും ചെയ്യാം. ഡോക്ടറെ സ്വാധീനിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. 20 ദിവസത്തിനകം വാദിയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിരുന്നെങ്കിൽ കേസ് 324 നിന്നേനെ. ഇതിപ്പോ 326 ആയി. 10 കൊല്ലം വരെ ജയിലിൽ കിടക്കേണ്ടതായി വരും. അയ്യോ വക്കീലെ, ആരോട് ചോദിച്ചിട്ടാണോ കുത്താൻ പോയത്? 50 രൂപയുടെ വായ്പ കേസല്ലേ കത്തിക്കുത്ത് വരെ എത്തിച്ചത്? അനുഭവിച്ചോ? സാക്ഷികളെ കുറെയൊക്കെ സ്വാധീനിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് വിശ്വാസമില്ല. കൂട്ടുകയറിയെന്ന് ബബ്ബ എന്ന് പറയുന്ന സാക്ഷികളെ കൊണ്ട് ഒരു കാര്യമില്ല. സാക്ഷികൾ സ്ട്രോങ് ആവാത്തിടത്തോളം കാലം എന്നെ കുറ്റപ്പെടുത്തരുത്. അയ്യോ വക്കീലെ, അങ്ങനെ കൈയൊഴിയല്ലേ. എന്തായാലും കോടതി കാണാം. ഗുമസ്തന്റെ ഫീസ്, സ്റ്റാമ്പ് പേപ്പർ, കോർട്ട് ഫീസ് സ്റ്റാമ്പിന്റെ കാശ് ഒക്കെ കരുതിക്കോളൂ കേട്ടോ. വക്കീലെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് വക്കീലെ. അനന്ത, ഇനി അവധിക്ക് വെക്കുന്ന പ്രശ്നമില്ല. എടോ, കേസ് നടത്തുമ്പോൾ വൃത്തി വേണം. എനിക്ക് സ്ഥിരമായിട്ട് ഇതായിരുന്നല്ലോ പണി. അവിടെ വെയിറ്റ് ചെയ്യടോ, ഞാൻ വിളിക്കാം. വക്കാലത്ത് ഏറ്റെടുക്കാനും കാശ് വാങ്ങിക്കാനൊക്കെ എന്തൊരു പല്ലിളിച്ചാട്ടിലായിരുന്നു. ആത്മാർത്ഥയില്ലാത്ത ഇയാളെ പിന്നാലെ നടക്കുന്നതിൽ ഭേദം ജയിലിൽ കിടക്കുന്ന. എന്തോടൊപ്പം തുറിച്ചു നോക്കണത്? ദേഹോപദ്രവത്തിന് വന്നതാണെങ്കിൽ അത് പറ. എനിക്കിപ്പോ മേലും കീഴും നോക്കാനില്ല. ആളുകൾ വരണു, എന്നെ തല്ലണു, പോണു. അതിന് കേസില്ല. സ്റ്റേഷൻ സൂപ്രണ്ട് ഞാനൊന്ന് തൊട്ടു, അതിന് കേസ്. താനൊരു പണക്കാരനായിരിക്കാം, ഞാനൊരു പാവപ്പെട്ടവൻ. നമ്മൾ ഒരേ കുറ്റം ചെയ്താലും കേസിന്റെ പോക്ക് രണ്ടു വഴിക്കായിരിക്കും. എന്താ കേസ്? അപ്പൊ തനിക്കെന്നെ അറിയില്ലേ? സസ്പെൻഷന് ശേഷം ഇക്കണ്ട കാലൊക്കെ ഞാൻ ഈ കോടതി വരാന്തേ തന്നെയല്ലടൂ. ആകെ ഉണ്ടായിരുന്ന പശുവിനെ വിറ്റു, ആകെ ഉണ്ടായിരുന്ന വരിക്ക പ്ലാവ് വിറ്റു. ഇനി ആകെ ഉള്ളത് ഞാൻ മാത്രം. എന്നെ കൊണ്ട് വയ്യേ. എന്ത് കുറ്റാണ് ഞാൻ ചെയ്തത്? ഡ്യൂട്ടി കഴിഞ്ഞ് ക്വാർട്ടേഴ്സിലേക്ക് പോരുമ്പോ 2-3 ആളുകൾ കൂടി ഒരു ശവം ട്രാക്കിൽ കൊണ്ടിരുന്ന് കണ്ടു. ഞാൻ ഒരു ശുദ്ധനായതുകൊണ്ട് ഒന്നും ആലോചിക്കാതെ ആ വിവരം പോലീസ് എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാത്രി എന്റെ ക്വാർട്ടേഴ്സിലേക്ക് 4-5 ആൾക്കാർ കയറി വന്നിട്ട്, നീ പോലീസ് എന്ന് വിവരം പറയുമല്ലടാ പട്ടി എന്ന് പറഞ്ഞ് 4 ഭാഗത്ത് നിന്ന് കിട്ടി. ഇടിയെന്ന് പറഞ്ഞാലോ, കിട്ടേണ്ടത് കിട്ടിയപ്പോ ഈ കാര്യം മനസ്സിലായി. ആരെങ്കിലും ഒരു ശവം റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവന്നിട്ടാൽ നമ്മൾ കാണരുത്, ഇനി കണ്ടാൽ തന്നെ പോലീസ് എന്ന് പറയരുത്. RK ചിറ്റ് ഫണ്ട് ജീവനക്കാരൻ ജനാർദ്ദന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്ന് പത്രങ്ങൾ. അടി കിട്ടിയതിനു ശേഷം ഞാനൊന്നും മിണ്ടാൻ പോയില്ല. അല്ല, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ജനാർദ്ദനെ ആരാ ട്രാക്കിൽ കൊണ്ടിട്ടത്? ആരെങ്കിലും ആയിക്കോട്ടെ, നമുക്കെന്താ പ്രശ്നം? അതല്ല. ഒരു ദിവസം സൂപ്രണ്ട് എന്നെ വിളിപ്പിച്ചു. അനന്ത, നിന്നെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് മൂപ്പര്. എന്ത് അന്വേഷണമാണ് സാറേ എന്ന് ഞാൻ. നീ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചു എന്നൊരു കംപ്ലൈന്റ് ഉണ്ടെന്ന് മൂപ്പര്. വേറെ എന്തായാലും കുഴപ്പമില്ല, ഇതുവരെ മദ്യം കൈകൊണ്ട് തൊടാത്ത ആളാ ഞാൻ. ആരുടെ കംപ്ലൈന്റ് ആണ് സാറേ എന്ന് ഞാൻ. അത് നീ മേലധികാരികളോട് പോയി ചോദിക്കുന്നത് മൂപ്പര്. പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് സൂപ്രണ്ടിന്റെ മൂക്കടച്ച് ഒന്നാ വെച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ തന്നെയാണ്. അടിപിടി കേസ്, കത്തിക്കുത്ത് കേസ്, ബലാത്സംഗ കേസ്, ഇനി എന്റെ തലയിൽ വെക്കാത്ത കേസൊന്നുമില്ല. ഞാൻ ഇത് വല്ലതും അറിഞ്ഞാണോ സാറേ?
വക്കീലെ 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 ഞാൻ പറഞ്ഞു കേക്ക് വക്കീലെ. എടാ, നിക്കടാ അവിടെ. എടാ, നിക്കടാ. എടാ, ബുക്ക് കൊടുക്കടാ അവൾക്ക്. എടാ, ബുക്ക് കൊടുക്കാതെ എന്നെ വിളിച്ച് നിന്ന് ഞാൻ ശരിയാക്കും. കൊടുക്കടാ അവൾക്ക് ബുക്ക്. എത്ര ദിവസം കിടക്കാൻ പറ്റും? ഏ എത്ര ദിവസം കിടക്കാൻ പറ്റുമെന്ന്? എന്ത്? സിംഹത്തിന്റെ കൂട്ടിൽ ഒരു ആട്ടുംകുട്ടിക്ക് എത്ര ദിവസം കിടക്കാൻ പറ്റുമെന്ന്? ആ, കടിക്കോ കൊല്ലോ എന്ന് അറിഞ്ഞൂടാ. എന്നാൽ ഏത് നിമിഷത്തിലും കടിക്കും ചെയ്യാ, കൊല്ലും ചെയ്യാ. മരിക്കാതെ മരിച്ചോണ്ടിരിക്കുകയാണ് മുത്തശ്ശി ഞാൻ. ഇതാ താക്കോൽ അവര് വന്നാ കൊടുത്തേക്ക്. കുഞ്ഞിക്കണ്ണൻ പോവുക. നീ പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ കുഞ്ഞിക്കണ്ണ. ഞാൻ കൊലപ്പുള്ളി എന്ന് വിളിച്ചത് ആ പുള്ളി കേട്ടു. ആ, അത് ഞാൻ പുള്ളിക്കൊലാനാക്കി മാറ്റാൻ ശ്രമിച്ചു. ഉം. ഏറ്റില്ല. ഉച്ചക്ക് ഊണ് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോ പ്ലേറ്റിൽ നിന്ന് കണ്ണെടുത്ത് എന്നെ അടിയും കൂടി ഒരു നോട്ടം. സത്യം പറഞ്ഞാൽ ഞാൻ ദഹിച്ചു പോയി മുത്തശ്ശി. എന്നിട്ടൊന്നുമില്ല, ഞാൻ പോവാ. എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ വലിയ വക്കീലിനോട് ചെന്ന് പറയണം. ഞാനാണോ വലുത് അല്ല കൊലപ്പുള്ളിയാണോ വലുതെന്ന് അങ്ങോട്ട് തീരുമാനിക്കട്ടെ. നീ പോയി എനിക്ക് ധൈര്യത്തിന് ആരുമില്ലല്ലോ കുഞ്ഞിക്കണ്ണ. എനിക്കതൊന്നും നോക്കേണ്ട കാര്യമല്ല. എനിക്ക് തൽക്കാലം എന്റെ ജീവനാ വലുത്.